നെക്സ്റ്റ് ടോപ്പിക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണെന്നാണ്. അപ്പോൾ എനി ക്വാണ്ടിറ്റി ഹൂസ് വേരിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ റാൻഡം കോസസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോർഡിംഗ് ടു ദി നോർമൽ ലോ. അതായത് റാൻഡം കോസസുകളിലൂടെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കോസസിലൂടെ നമ്മുടെ ക്വാണ്ടിറ്റിയിൽ വരുന്ന വേരിയേഷൻ അങ്ങനെയുള്ള പോപ്പുലേഷനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷനുകളിൽ, അതായത് നമ്മൾ പോയിസൺ പഠിച്ചു, ബൈനോമിയൽ പഠിച്ചു, ഇപ്പോൾ നമ്മൾ നോർമൽ പഠിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷനെ വെച്ച് നോക്കുമ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കാരണം എ ലാർജ് നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അപ്രോക്സിമേറ്റ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് മറ്റ് ഡിസ്ട്രിബ്യൂഷനുകളെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നോർമൽ കർവിൻ്റെ ഫോം എന്ന് പറയുന്നത് y = 1/σ√2π e⁻(x−μ²/2σ². ഈൻ്റെ പവറിലാണ് ഈ മൊത്തത്തിൽ വരുന്ന ഫ്രാക്ഷൻ. വേറെ മ്യൂ എന്ന് പറയുന്നത് മീനും സിഗ്മ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. അപ്പോൾ ഈ ഫോമിൽ ഓർത്തിരിക്കുക, ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അഥവാ നോർമൽ കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടി? ദ നോർമൽ കർവ് 1 ഈസ് വെൽ ഷേപ്ഡ് ആൻഡ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ഇറ്റ്സ് മീൻ. അതായത് നമ്മൾ നോർമൽ കർവിന് അതായത് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ നോർമൽ കർവിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ നോർമൽ കർവ് എന്ന് പറയുന്നത് ഒരു ബെൽ ഷേപ്ഡ് ഈ ഫോമിലുള്ളൊരു കർവ് ആയിരിക്കും. ആൻഡ് ഈസ് സിമ്മട്രിക് അബൌട്ട് ഇറ്റ്സ് മീൻ. അതിൻ്റെ മീൻ വാല്യൂവിന് സിമ്മട്രിക് ആയിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഏരിയയും ഇവിടെ വെച്ച് നമ്മൾ സിമ്മട്രിക് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ മീൻ എങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഏരിയയും റൈറ്റ് സൈഡിലോട്ടുള്ള ഏരിയയും തുല്യമായിരിക്കും. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ദ മാക്സിമം ഓർഡിനേറ്റ് ഈസ് 1/σ√2π വെൻ x = μ. അതായത് ഈ ഫോർമുലയ്ക്ക് നമ്മൾ എക്സിന് മ്യൂ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e⁻⁻0 എന്ന് പറയും. അതായത് ഈൻ്റെ പവറിൽ 0, e⁻0 എന്ന് പറയുന്നത് 1 ആണ്. സോ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/σ√2π. അതായത് ഈ നോർമൽ കർവിൻ്റെ ഏറ്റവും വലിയ ഓർഡിനേറ്റ് വാല്യൂ y വാല്യൂ എന്ന് പറയുന്നത് 1/σ√2π ആയിരിക്കും. എപ്പോൾ എക്സിന് മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അതായത് എക്സിൻ്റെ വാല്യൂ മീൻ വാല്യൂവിലാണ് അതിൻ്റെ മാക്സിമം ഓർഡിനേറ്റ് നമുക്ക് കിട്ടുന്നത്. ആസ് ഇറ്റ് ഈസ് സിമ്മട്രിക്കൽ, ഇറ്റ്സ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ദി സെയിം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അത് സിമ്മട്രിക്കൽ ആയതുകൊണ്ട് അയാളുടെ മീൻ വാല്യൂ, മീഡിയൻ വാല്യൂ, മോഡ് വാല്യൂ സെയിം ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ are given by x is equal to mu plus or minus sigma and these points are equidistant from the mean on either side. നേരത്തെ നമ്മൾ വരച്ച ബെൽ ഷേപ്ഡ് ഫിഗറിൽ മീനിൻ്റെ, അതായത് ഇതായിരുന്നു നമ്മുടെ എക്സ് ബാർ എന്ന് പറയുന്ന മീനിൻ്റെ ഏതർ സൈഡിലോട്ട് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും എന്ത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ വരുമ്പോൾ മ്യൂ പ്ലസ് സിഗ്മയും ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ മ്യൂ മൈനസ് സിഗ്മ. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലൈങ് ബിറ്റ്വീൻ x1 ആൻഡ് x2 ഈസ് ഗിവൺ ബൈ ദ ഏരിയ അണ്ടർ ദ നോർമൽ കർവ് ഫ്രം x1 ടു x2. അതായത് x1ൻ്റെ x2 രണ്ട് വാല്യൂസ് x1ൻ്റെ x2ൻ്റെ ഇടയിൽ എക്സിന് കിടക്കാൻ പറ്റുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നോർമൽ കർവിൽ x1 മുതൽ x2 വരെയുള്ള ഏരിയ ആണ് നമുക്ക് ആ പ്രോബബിലിറ്റി വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലൈങ് ബിറ്റ്വീൻ x1 ആൻഡ് x2 ഈസ് ഗിവൺ ബൈ ദ ഏരിയ അണ്ടർ ദ നോർമൽ കർവ്. അതായത് നോർമൽ കർവ് ബെൽ ഷേപ്ഡ് ആണ്. ഈ ബെൽ ഷേപ്ഡിൽ x1ൻ്റെയും x2ൻ്റെയും ഇടയിൽ എക്സിന് കിടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് x1 മുതൽ x2 വരെയുള്ള ഏരിയയുടെ വാല്യൂ ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ദാറ്റ് x1 > x < x2 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കർവിൻ്റെ ഇക്വേഷൻ 1/σ√2π ഇൻ്റഗ്രൽ x1 മുതൽ x2 വരെ e⁻(x−μ²/2σ². dx. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ പ്രോബ്ലത്തിനൊക്കെ നമുക്ക് വേണ്ടത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് z = x−μ/σ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കി ഇത് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വശത്ത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് dz, എക്സിൻ്റെ ഡെറിവേറ്റീവ് dx, സിഗ്മ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതുപോലെ കാണും. മൈനസ് മ്യൂ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ. ഇനി z1 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ x1 - μ/σയും z2 എന്ന് പറയുന്ന വാല്യൂ x2 - μ/σ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഈ നോർമൽ കർവിനെ, അതായത് എക്സ് വേരിയേറ്റിലുള്ള നോർമൽ കർവിനെ നമ്മളിപ്പോൾ ഇസഡിലോട്ട് മാറ്റണം, ഇസഡ് പാരാമീറ്റർ. അപ്പോൾ 1/σ
അതാ 1/σ dxന് പകരം 1/σ dxന് പകരമാണ് നമ്മൾ ആരെ കൊടുക്കുന്നത്, dz സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. e റൈസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് പകരം ഇസഡ് സ്ക്വയർ, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് ഇസഡ്, നമുക്ക് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയെ കൂടെ ദ ഹോൾ സ്ക്വയർ ആക്കുക. അപ്പോൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ദ ഹോൾ സ്ക്വയറിന് ഇസഡ് സ്ക്വയർ ആക്കുക. ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്. അതുപോലെ x1ന് പകരം z1ഉം x2ന് പകരം z2. ഇനി നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ലിമിറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. അതായത് 1/√2π ഇൻ്റഗ്രൽ 0 മുതൽ z2 വരെ. അതായത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് z1 മുതൽ z2 വരെയുള്ള വാല്യൂസിലാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ 0 മുതൽ z2 വരെ, നമുക്ക് ആക്ച്വലി വേണ്ടത് z1 മുതൽ z2 വരെയുള്ള വാല്യൂലാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ ഇൻ്റർവെല്ലിൽ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ 0 മുതൽ z2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് 0 മുതൽ z1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് 0 മുതൽ z2 വരെയുള്ള ഇൻ്റഗ്രേഷൻ വാല്യൂ എടുക്കുന്നു. അതിൽ നിന്ന് 0 മുതൽ z1 വരെയുള്ള ഒരു സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ z1 ടു z2 വരെയുള്ളത് നമുക്ക് കിട്ടും. അതായത് ഇത് z2ൻ്റെയാണ്. അപ്പോൾ P2 ഓഫ് z മൈനസ് P1 ഓഫ് z എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വേർ P ഓഫ് z ഈസ് ഗിവൺ ബൈ 1/√2π ഇൻ്റഗ്രൽ 0 മുതൽ z വരെ e റൈസ് ടു മൈനസ് z²/2 dz. ഇത് 2 ആണ്. z²/2 dz. ദിസ് ഇൻ്റഗ്രൽ ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഇൻ്റഗ്രൽ ഓർ ദ എറർ ഫംഗ്ഷൻ. അതായത് അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന, അതായത് പ്രോബ്ലത്തിലാണ് ഇത് കൂടുതൽ യൂസ് വരുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നിരിക്കുന്ന വേരിയബിളിനെ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. ആൻഡ് ഇസഡ് ഈസ് ഗിവൺ ബൈ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ഇനി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആപ്ലിക്കേഷനൂടെ നോക്കാം. കാൽക്കുലേഷൻ ഓഫ് എറേഴ്സ് മെയ്ഡ് ബൈ ചാൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ മെഷർമെൻറ്റ്. നമ്മൾ പറഞ്ഞായിരുന്നു റാൻഡം കോസസിലൂടെ വരുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് വരുന്നത്. അപ്പോൾ ചാൻസ് ഏതെങ്കിലും അബദ്ധവശാൽ ഒരു എക്സ്പെരിമെൻറ്റിൽ മെഷർമെൻറ്റ്സിൽ എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഹിറ്റ് പ്രോബബിലിറ്റി ബൈ എ ഷോട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഇൻ ഓൾമോസ്റ്റ് എവറി ബ്രാഞ്ച് ഓഫ് സയൻസ്. സയൻസിലെ ഏതാണ്ട് എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല, നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപ്പോഴേ പറഞ്ഞു, ഏതൊരു ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് നോക്കേണ്ടത്. ഒന്നാമത്തെ പ്രോബ്ലം, എക്സ് ഈസ് എ നോർമൽ വേരിയേറ്റ് വിത്ത് മീൻ 30 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5. Find the probability that 26 less than or equal to x less than or equal to 40. രണ്ടാമത്തത് x greater than or equal to 45. ആൻഡ് മൂന്നാമത്തത് മോഡുലസ് ഓഫ് x minus 30 greater than 5. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് മീൻ തന്നിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്, വിച്ച് ഇസ് ഇക്വൽ ടു 30. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ ആണ്, വിച്ച് ഇസ് ഇക്വൽ ടു 5. ഈ രണ്ട് പാരാമീറ്റേഴ്സാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി, അതായത് 26, പ്രോബബിലിറ്റി ഓഫ് 26 ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 40 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇസഡിലോട്ട് നമ്മൾ വേരിയബിളിനെ മാറ്റുക. അപ്പോൾ ഇസഡ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, വിച്ച് ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് മ്യൂവിന് പകരം 30, സിഗ്മയ്ക്ക് പകരം 5. ഇനി നമുക്ക് എക്സ് 26ഉം എക്സ് 40 ആണ് ലിമിറ്റ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ വെൻ എക്സ് ഈസ് ഇക്വൽ ടു 26, എക്സ് 26 വരുമ്പോൾ ഇസഡ് എന്ത് വരും? ഇസഡിൻ്റെ ഇക്വേഷനിൽ 26 മൈനസ് 30/5 വരും, വിച്ച് ഈസ് ഇക്വൽ ടു മൈനസ് 4/5, വിച്ച് ഈസ് ഇക്വൽ ടു മൈനസ് 0.8. ആൻഡ് വെൻ എക്സ് ഈസ് ഇക്വൽ ടു 40, എക്സ് 40 ആകുമ്പോൾ ഇസഡ് ഈസ് ഇക്വൽ ടു 40 മൈനസ് 30/5 വരും, വിച്ച് ഈസ് ഇക്വൽ ടു 10/5, വിച്ച് ഈസ് ഇക്വൽ ടു 2. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നേരെ എങ്ങോട്ട് മാറ്റാം? പ്രോബബിലിറ്റി ഓഫ് 26ന് പകരം മൈനസ് 0.8 ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സിന് പകരം ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യുക, ലെസ് ദാൻ ഓർ ഇക്വൽ ടു 40ക്ക് പകരം 2. അപ്പം 26 ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 40യുടെ പ്രോബബിലിറ്റിക്ക് സെയിം തന്നെയാണ് ആര്? പ്രോബബിലിറ്റി ഓഫ് മൈനസ് 0.8 ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2 ലെസ് ദാൻ ഓർ ഇക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2 എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് ഒരു നോർമൽ വേരിയേറ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
നമുക്കറിയാം നേരത്തെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു പി ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൾ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു x2 എന്ന് പറയുന്നത് ദ ഏരിയ ബിറ്റ്വീൻ x1 ആൻഡ് x2 x1ൻ്റെ x2ൻ്റെ ഇടയിലുള്ള ഏരിയ ആണ് ആ പ്രോബബിലിറ്റി തരുന്നത്. നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് -0.8ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. വിച്ച് മീൻസ് -0.8ൻ്റെയും 2ൻ്റെ ഇടയിലുള്ള ഏരിയ ആണ് നമുക്ക് വേണ്ടത്. സോ P of 26 less than or equal to x less than or equal to 40 is same as probability of -0.8 less than or equal to z less than or equal to 2. ഇനി നമ്മൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ -0.8 മുതൽ 0 വരെയും ദെൻ 0 മുതൽ 2 വരെയായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് -0.8 less than or equal to z which is less than or equal to 0 plus probability of 0 less than or equal to z less than or equal to 2. ഈ തന്നിരിക്കുന്നത് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഓക്കെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം മൊത്തത്തിൽ -0.8 മുതൽ 2 വരെ എന്നുള്ളതിന് -0.8 മുതൽ 0 വരെയും ദെൻ അഗെയിൻ 0 തൊട്ട് 2 വരെയും രണ്ട് ഏരിയയും കൂടെ ആഡ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ഇതിനെ ഇനി പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0.8 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 2 എന്നെടുക്കുന്നു. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു സിമ്മട്രിക് എബൌട്ട് മീൻ എന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് 0 മുതൽ -0.8 വരെയുള്ള അതേ ഏരിയ തന്നെയായിരിക്കും ഇങ്ങോട്ട് 0 മുതൽ 0.8. ഇപ്പോൾ ഈ ഫിഗർ വരച്ചിരിക്കുന്ന സിമെട്രിക്കലല്ല, കാരണം ഇത് 0 മുതൽ 2 വരെയും 0 മുതൽ -0.8 വരെ സെയിം ഡിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരച്ചാൽ ഇപ്പോൾ -0.8 ഇതാ ഇവിടെ വരും. 2 എന്ന് പറയുന്നത് ഇവിടെ ഒറിജിനിൽ നിന്ന് കുറച്ചും കൂടി അകലെയാണ്. അപ്പോൾ ഇത്രയായിട്ടുള്ള ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പം സിമ്മട്രിക് ആയതുകൊണ്ട് തന്നെ 0 മുതൽ -0.8 വരെയുള്ളത് ഈ ഏരിയ എന്ന് പറയുന്നത് 0 മുതൽ 0.8 എന്ന് പറയുന്ന ആ റീജിയനിലുള്ള ഏരിയയും സെയിം തന്നെയായിരിക്കും. ബിക്കോസ് ദ ഗ്രാഫ് ഈസ് സിമ്മട്രിക്കൽ. സോ -0.8 മുതൽ 0 വരെയുള്ള വാല്യൂ സെയിം ആ ഏരിയ തന്നെയായിരിക്കും ഇവിടെ തൊട്ട് 0 മുതൽ 0.8 വരെയുള്ള വാല്യൂ. ഇനി നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ടേബിളുണ്ട്. ഈ ടേബിൾ വാല്യൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൻ്റെ ഏരിയ കിട്ടാനായിട്ട് 0 മുതൽ 0.8 വരെ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇസഡ് എന്ന് പറയുന്നത് 0.8. 0.8ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0.2881. അപ്പം ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് 0.2881 പ്ലസ് അടുത്തത് 0 ലെസ് ദാൻ ഓർ ഇക്വൾ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഇക്വൾ ടു 2. അതായത് ഇസഡിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കേണ്ടത് 2ൽ. അപ്പോൾ 2ൽ എന്ന് പറയുന്നത് 0.4772. ഇപ്പോൾ 0.4772. ഈ രണ്ട് ഏരിയാസ് കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 0.7653 എന്ന് കിട്ടും, വിച്ച് ഈസ് ദി ആൻസർ. അപ്പോൾ എക്സാമിന് പോകുമ്പോഴത്തേക്ക് ഈ ടേബിൾ കൊണ്ടുപോകണം, ടേബിൾ പ്രൊവൈഡ് ചെയ്യുക. Next problem, in a normal distribution 31% of the items are under 45 and 8% are over 64. Find the mean and standard deviation of the distribution. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ അല്ലെങ്കിൽ മ്യൂ, അതും കണ്ടുപിടിക്കുക. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ, അതും കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് എക്സ് ബാർ ഈക്വൾ ടു 0 എടുക്കാം, വേറെ ഇസഡ് ഈക്വൾ ടു 0 വരും. കറക്റ്റ് സിമ്മട്രിക്കൽ ആയിരിക്കണം. അപ്പം എക്സ് ഈക്വൽ ടു 45ന് താഴെയാണ് നമുക്ക് 31% ഡിസ്ട്രിബ്യൂഷനും എക്സ് ഈക്വൽ ടു 64ന് മേളിലോട്ടാണ് നമുക്ക് 64ന് മേളിലാണ് നമുക്ക് 8% ഡിസ്ട്രിബ്യൂഷന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ. നമുക്ക് 2x ഉണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു 45, അതിന് കറസ്പോണ്ടിങ് നമുക്ക് Z1 കൊടുക്കുക. Z1 ഈസ് ഈക്വൽ ടു 45 മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ. എക്സ് ബാറും സിഗ്മയും നമുക്ക് അറിഞ്ഞൂടെ ഇക്വേഷൻ നമ്പർ 1. എക്സ് ഈക്വൽ ടു 45ന് കറസ്പോണ്ടിങ് Z1, എക്സ് ഈക്വൽ ടു 64ന് കറസ്പോണ്ടിങ് Z2. സോ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 64, Z2 എന്ന് പറയുന്നത് 64 മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 45. 45ന് താഴെയാണ് 31% ഒക്കറൻസ് വരുന്നത്. അതായത് പെർസെൻറ്റേജ് മാറാൻ വേണ്ടി 31/100 ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൾ ടു 0.31.
എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് Z1 വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 0.31. അതായത് നമുക്കിനി എക്സിലല്ല നമ്മൾ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ Z1 വരെയാണ് നമുക്ക് 31% തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നോർമൽ കർവിൻ്റെ ഇക്വേഷനാണ്. നമ്മളിതിന് മുമ്പ് നോക്കിയായിരുന്നു നോർമൽ കർവിൻ്റെ ഇക്വേഷൻ. അവിടെ നമുക്ക് 1/√2π ഇൻ്റഗ്രൽ 0 to z e റൈസ് ടു, അതായത് ഇതിനകത്ത് ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷന് പകരമാണ് നമ്മളിവിടെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫൈ ഓഫ് ഇസഡ് മൈനസ് ഇൻഫിനിറ്റി മുതൽ Z1 വരെയാണ് 0.31. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ Z1 വരെയുള്ള വാല്യൂ കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക, മൈനസ് ഇൻഫിനിറ്റി മുതൽ 0യിൽ നിന്ന് Z1 തൊട്ട് 0 വരെ ഉള്ളത് സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡിൽ നിന്ന് Z1 തൊട്ട് 0 വരെ ഉള്ളത് സബ്ട്രാക്ട് ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 0.31. ഒന്നുകൂടെ പറയാം, മൈനസ് ഇൻഫിനിറ്റി മുതൽ Z1 വരെ ഉള്ളത് കണ്ടുപിടിക്കാൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പോർഷൻ സബ്ട്രാക്ട് ചെയ്യുക. അതായത് Z1 മുതൽ 0 വരെ ഉള്ള പോർഷൻ സബ്ട്രാക്ട് ചെയ്ത് മാറ്റുക. ഇനി കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞായിരുന്നു മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ 0.5, ഇവിടെ നിന്ന് അങ്ങോട്ടും 0.5 ആണ്. സോ ഇവിടെ നമുക്ക് 0.5 മൈനസ് ഇൻ്റഗ്രൽ Z1 മുതൽ 0 വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 0.31 വരെ. ഇവിടെ നമുക്ക് ഇതിൻ്റെ വാല്യൂ വേണം. ഈ മൈനസിന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് ആകും. 0.31 ഇപ്പുറത്തോട്ടൊന്ന് സബ്ട്രാക്ട് ചെയ്യാം, വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ Z1 മുതൽ 0 വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 0.5 മൈനസ് 0.31 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0.19. സോ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ, അതായത് 0 മുതൽ Z1 വരെ എന്ന് പറയുന്ന ഏരിയ ആണ് തരുന്നത് ഉള്ളതുകൊണ്ട് Z1 മുതൽ 0 ആയാലും 0 തൊട്ട് Z1 വരെ ആയാലും സെയിം ഏരിയ തന്നെയാണ്. സോ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ 0 മുതൽ Z1 വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 0.19 എന്ന് കിട്ടും. ഇനി നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൽ 0.19 ഇതിനകത്ത് എവിടെ വരും എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 0.19 വരുന്നത് 0.5 ഇസഡ് ഈക്വൽ ടു 0.5 അണ്ടർ 0.00യിലാണ് നമുക്ക് 0.19. നമുക്ക് ആക്യുറേറ്റ് 0.19 ഇവിടെ ഇല്ല, എങ്കിലും 0.19 ഏറ്റവും ചെറിയ വാല്യൂ 0.1915, ബാക്കി 5085 കൂടിയാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇസഡ് ആരായിട്ട് എടുക്കാം, 0.5 ആയിട്ട് എടുക്കാം. അതായത് ഇൻ്റഗ്രൽ 0 മുതൽ എവിടം വരെ 0.5 വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ് എന്ത് 0.19. അപ്പോൾ Z1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 കിട്ടും. അത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് നമുക്ക് Z1 എന്ന് പറയുന്നത് മൈനസ് 0.5 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ Z1ൻ്റെ വാല്യൂ നമുക്കായി. ഇനി സിമിലർലി നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 64ന് ശേഷം 64 എക്സ് ഈക്വൽ ടു 64 ആകുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് Z2 ആണ്. അതിന് ശേഷമുള്ളതാണ് 8%, വിച്ച് ഈസ് ഈക്വൽ ടു 8%. അപ്പോൾ പെർസെൻറ്റേജ് മാറാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 0.08 എന്ന് കിട്ടും. സോ ഇൻ്റഗ്രൽ എവിടെ തൊട്ട് Z2 മുതൽ ഇൻഫിനിറ്റി വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 0.08. അപ്പം നമുക്ക് Z2 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളവരിൽ നിന്ന് മൈനസ് ഇൻ്റഗ്രൽ 0 മുതൽ Z2 വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് വരെ സബ്ട്രാക്ട് ചെയ്യുക. ഒന്നുകൂടെ പറയാം, Z2 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളത് കണ്ടുപിടിക്കാനായിട്ട് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളതിൽ നിന്ന് ഈ ഏരിയ 0 മുതൽ Z2 വരെയുള്ള ഏരിയ സബ്ട്രാക്ട് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 0.08. ഇനി 0 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ള ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. മൈനസ് ഇൻ്റഗ്രൽ 0 മുതൽ Z2 വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 0.08. നമുക്ക് ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. നെഗറ്റീവിനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് ആവും ആൻഡ് 0.08നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ 0 മുതൽ Z2 വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 0.5 മൈനസ് 0.08, വിച്ച് ഈസ് ഈക്വൽ ടു 0.42. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ടേബിൾ വാല്യൂ നോക്കുക. ടേബിൾ വാല്യൂ 0.42 എവിടെ വരുന്നു എന്ന് നോക്കുക. അപ്പോൾ 0.42 വരുന്നത് 0.4192 ഉണ്ട്, 0.42 ഉണ്ട്. അത് നമുക്ക് 1.4ലാണ് വരുന്നത്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് 1.4 ആയിട്ട് ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 മുതൽ
1.4 വരെ ഫൈ ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ് എത്ര 0.42. സോ Z2നെ കമ്പയർ ചെയ്യുമ്പോൾ Z2ൻ്റെ സ്ഥാനത്ത് വരുന്നത് 1.4. നമ്മളിപ്പോൾ കിട്ടിയ Z1നെയും Z2നെയും നേരത്തെ എഴുതിയ ഇക്വേഷൻ 1 2-നകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് -0.5 Z1 ഈസ് ഈക്വൽ ടു 45 മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ എന്നാണ്. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പം -0.5 സിഗ്മ ഈക്വൽ ടു 45 മൈനസ് എക്സ് ബാർ ഇപ്പുറം വരുമ്പോൾ പ്ലസ് എക്സ് ബാർ ആവും. അപ്പോൾ എക്സ് ബാർ -0.5 സിഗ്മ ഈക്വൽ ടു 45 വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 3. ആൻഡ് ഇക്വേഷൻ നമ്പർ 2നെ നമുക്ക് അതായത് Z2 എന്ന് പറയുന്നത് 1.4 ഈക്വൽ ടു 45 മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ. ഇവിടെ നിന്ന് ഇക്വേഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബാർ പ്ലസ് 1.4 സിഗ്മ ഈക്വൽ ടു 45 വന്നിട്ട് വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 4. സോറി ഇവിടെ 45 അല്ല, ഇവിടെ 64 ആയിരുന്നു. സെക്കൻഡ് ഇക്വേഷനിൽ 64. ഇനി നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സിൻ്റെയും സിഗ്മയുടെ എക്സ് ബാറിൻ്റെയും സിഗ്മയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് 0.5 സിഗ്മ ഈക്വൽ ടു 45. രണ്ടാമത്തത് എക്സ് ബാർ പ്ലസ് 1.4 സിഗ്മ ഈക്വൽ ടു 64. ഈ 2 ഇക്വേഷൻസിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ സൈൻ ഫുൾ റിവേഴ്സ് ചെയ്യുക. എക്സ് ബാർ മൈനസ് എക്സ് ബാർ 0 ആകും. ഇവിടെ നമുക്ക് രണ്ടും മൈനസ് ആയതുകൊണ്ട് അഡീഷൻ ചെയ്യാം. അഡീഷൻ ചെയ്യുമ്പോഴത്തേക്ക് -1.9 സിഗ്മ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്തിട്ട് -64 വലുതിൻ്റെ ചിഹ്നം -19 എന്ന് വരും. സോ സിഗ്മ ഈക്വൽ ടു -19 ബൈ -1.9 മൈനസ് ക്യാൻസൽ ചെയ്യുക. ഇവിടുത്തെ പോയിന്റ് മാറ്റാനായിട്ട് മുകളിലും താഴെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 190 ബൈ 19 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ആൻസർ 10 എന്ന് കിട്ടും. സോ സിഗ്മയുടെ വാല്യൂ 10. ഏതെങ്കിലും ഒരു ഇക്വേഷൻ അതോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് ബാർ കണ്ടുപിടിക്കുക. നമുക്ക് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 45 പ്ലസ് 0.5 സിഗ്മ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് അങ്ങനെ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 45 പ്ലസ് 0.5 ഇൻറ്റു സിഗ്മയ്ക്ക് പകരം 10 വിച്ച് ഈസ് ഈക്വൽ ടു 45 പ്ലസ് 0.5 ഇൻറ്റു 10 വരുമ്പോൾ അത് 5 ആവും. 45 പ്ലസ് 5 എന്ന് പറയുന്നത് 50. സോ എക്സ് ബാർ മീൻ എന്ന് പറയുന്നത് 50, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 10.